ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടക സംഗമമായ മഹാകുംഭമേളയ്ക്ക് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ തുടക്കമാകുന്നു. 144 വർഷത്തിൽ ഒരുക്കി നടക്കുന്ന മഹാകുംഭമേളയ്ക്കായി പ്രയാഗ്രാജിൽ വിപുലമായ ഒരുക്കങ്ങളാണുള്ളത്. ഇന്നു മുതൽ കുംഭമേളയിലെ പ്രധാനപ്പെട്ട ചടങ്ങായ ത്രിവേണി സംഗമത്തിലെ സ്നാനം തുടങ്ങും. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടക സംഗമത്തിനാണ് ഇന്ന് പ്രയാഗ്രാജിൽ തുടക്കമായിരിക്കുന്നത്. 144 വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന മഹാകുംഭമേളയ്ക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. സാധാരണ നിലയിൽ പൂർണ്ണ കുംഭമേള 12 വർഷത്തിൽ ഒരിക്കൽ ആണെങ്കിൽ മഹാകുംഭമേള 144 വർഷം കൂടുമ്പോഴാണ് സംഭവിക്കുന്നത്. ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ടുള്ള ഇന്ന് ആരംഭിച്ച കുംഭമേള ഫെബ്രുവരി 26-ന് മഹാശിവരാത്രിയോടെയായിരിക്കും സമാപിക്കുക. അതിനിടെ നടക്കുന്ന ത്രിവേണി സംഗമത്തിലുള്ള 6 ദിവസങ്ങളിലായി നടക്കുന്ന സ്നാനങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്ന് പൗർണമിയോട് അനുബന്ധിച്ചുള്ള അമൃത സ്നാനം ഇന്ന് നടക്കും. ഇതുമുതൽ മഹാശിവരാത്രി വരെയുള്ള ദിവസങ്ങളിൽ 6 പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ സ്നാനങ്ങൾ നടക്കും. രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമല്ല, മറിച്ച് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള സന്യാസി സമൂഹങ്ങളും പൊതുജനങ്ങളും വിശ്വാസി സമൂഹവും എല്ലാം തന്നെ ഈ മഹാകുംഭമേളയിൽ പങ്കെടുക്കാനായി എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ തന്നെ ആയിരക്കണക്കിന് പേർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ കുംഭമേള 45 ദിവസം നീണ്ടു നിൽക്കുന്ന കുംഭമേളയ്ക്കിടെ ഏതാണ്ട് 45 കോടിയോളം ജനങ്ങൾ, വിശ്വാസികൾ എത്തിച്ചേരും എന്നാണ് കണക്കാക്കുന്നത്. ഇതിനായുള്ള വലിയ ഒരുക്കങ്ങളും നടത്തിയിരിക്കുന്നു. 1.5 ലക്ഷത്തിലേറെ ടെന്റുകൾ താമസത്തിനായി ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളും പ്രയാഗ്രാജിൽ ഈ തീർത്ഥാടക സംഗമത്തിനായി ഒരുക്കിയിട്ടുണ്ട്. ഉന്മേഷ്.